മിസ്സിംഗ് ആയെന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്യാമ്പസിന്റെ ഉള്ളിൽ വെളിയിൽ പോയില്ല, ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 1.5 മണിക്കൂറത്തേക്ക് ആർക്കും അറിയില്ലായിരുന്നു ആ കുട്ടി എവിടെയാണ്. പിന്നെ കള്ളത്തരം പറയും, ഇഷ്ടംപോലെ കള്ളത്തരം പറയും. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഫാമിലി ഉണ്ട് അവിടെ. കുട്ടിക്ക് ഒരു ലാംഗ്വേജ് ടീച്ചറിന്റെ ടാലന്റ് ഉണ്ട്. ഞങ്ങൾ ഓഡിഷന് പോയ ദിവസം സ്റ്റേജിൽ നിന്നിട്ട് മുത്തുകാർ ഇങ്ങനെ അവരിങ്ങനെ പറയുമല്ലോ, ഇവിടെ ഒന്നും സംസാരിക്കാത്ത കുട്ടികൾ ഉണ്ടായിരുന്നതേ പാട്ട് പാടുന്നു, അങ്ങനത്തെ ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയും. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഇവിടെ ഒരു കുട്ടിയുണ്ട്, അവന് 10 ലാംഗ്വേജസ് അറിയാം. അവനുണ്ട് ലാംഗ്വേജിന്റെ ഒരു സ്കില്ലുണ്ട്, പക്ഷെ 10 ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് 2 വീക്സ്, ആ ഫസ്റ്റ് വീക്കിൽ തന്നെ തോന്നുന്നു, വീക്കെൻഡിൽ ഏതോ സെലിബ്രിറ്റി വന്നപ്പോ അവരുടെ മുമ്പിൽ നിന്ന് പറയാ ഈ കുട്ടിക്ക് 16 ലാംഗ്വേജ് അറിയാം. ദാറ്റ് മീൻസ് ഒരു 2 വീക്സിന്റെ ഗ്യാപ്പിൽ 16 ആയി, 16 ആയി. പിന്നെ ഞങ്ങളോട് ഇൻസൾട്ട് ചെയ്ത പേരൻസ് മീറ്റിംഗിൽ സംസാരിച്ച ദിവസം അത് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ആ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു ഈ ടീച്ചറും ടീച്ചർ അവനെ 14 ലാംഗ്വേജസ് പഠിപ്പിച്ചിരുന്നു. അപ്പൊ 10, 16, 14. അപ്പോ ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂൾ, കഴക്കൂട്ടം ഗവൺമെന്റ് സ്കൂളിൽ എൻക്വയറി ചെയ്തു. അപ്പൊ അവിടുത്തെ ഹെഡ് മിസ്ട്രസും അവരൊക്കെ നല്ല വെൽക്കമിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ അഡ്മിഷൻ എടുത്തു, 10th അഡ്മിഷൻ. അവിടെ ഇപ്പോഴും ടീച്ചേഴ്സും അവിടുത്തെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ഹെഡ് മിസ്ട്രസും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണ്, നല്ല ആയുഷിനെ എൻകറേജും ചെയ്യും. അവിടെ ഹാപ്പിയാണോ മോൻ? ആ ഹാപ്പിയാണ്. ആലോചിച്ച് നോക്കും, ഇത്രയേറെ പരസ്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തെക്കാൾ സർക്കാർ സ്കൂളിൽ കിട്ടുന്ന ഫെസിലിറ്റി അല്ലേ? അത് ആൾക്കാരുടെ ആ എംപത്തിയും ആൾക്കാരുടെ ആ കെയറില്ലേ, അതാണ് ഇമ്പോർട്ടന്റ്. മുതുകാട് വന്നിരിക്കുമ്പോ തന്നെ നമുക്ക് അയാളുടെ മുഖം കണ്ടാൽ അറിയാമെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ വരുന്ന പോലെ. നമ്മൾ നോർമലി കണ്ടിട്ടുള്ള ഒരു മുതുകാടിന്റെ എക്സ്പ്രഷൻ ഫേസ് അല്ല. നിങ്ങളോട് ഒരു ഫീസും വാങ്ങുന്നില്ല, ഓക്കെ? അപ്പൊ ഇത് ഔദാര്യമാണെന്ന് മനസ്സിലാക്കിക്കണം. ഓക്കെ, ആ വേർഡ് കേട്ട ഉടനെ അങ്ങ് ഫ്രീസ് ആയ പോലെ ആയിരുന്നു ഞങ്ങളൊക്കെ. ഒരിക്കലും ഇത്രയും വലിയൊരു ഇൻസൾട്ട്, ഇത്രയും വലിയൊരു ഹ്യൂമിലിയേഷൻ ഇത്രയും കാലത്തിൽ എനിക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ആരും ചെയ്തിട്ട്. ഹലോ, ഹായ്, നമസ്കാരം. ഇന്നത്തെ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മജിഷ്യൻ മുതുകാടിനെ പറ്റി. മറുനാടൻ മലയാളി എന്ന ചാനലിൽ മുതുകാടിനെ കുറിച്ച് വാനോളം പുകട്ടി പറയുന്ന കണ്ടു. അതിനെ തുടർന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് മുതുകാടിനെ കുറിച്ച് ഒരുപാട് പുകട്ടി പറയുന്നു. അപ്പോഴും ഞാൻ എൻ്റെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിക്കുവാണ്. എനിക്ക് ഒരുപാട് എൻ്റെ വീഡിയോയുടെ കീഴിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു. എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നന്മ മരത്തിന് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, എന്തറിഞ്ഞിട്ടെന്ന്. ഇപ്പോൾ ഓരോ രക്ഷകർത്താക്കളായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട്. ഓട്ടിസം എന്നത് വളരെ ഒരു അത് അനുഭവിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അമ്മമാരെയൊക്കെ ഒരുപാട് കുട്ടികൾ ഉപദ്രവിക്കും. എത്രത്തോളം അവർ അടി കൊണ്ടാണ് ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നത്. അതിൽ കുറെ കുട്ടികൾ 10-20 വയസ്സൊക്കെ ആകുമ്പോൾ ഏകദേശമൊക്കെ അത്യാവശ്യം നോർമലായി മെഡിക്കലായൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ആവുന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ വെച്ചിട്ട് അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സ് എന്ത് ക്രൂരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഈ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ഔദാര്യമാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഞങ്ങൾ പൈസ മേടിക്കാതെയാണ് കുട്ടിയെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്, ബസ് സർവീസ് ഫ്രീ ആണ്, ഇതെല്ലാം ഔദാര്യമാണ് എന്നൊക്കെ അവരുടെ മുഖത്ത്. അവർക്ക് എന്തുമാത്രം, അവർ ഓൾറെഡി നല്ല രീതിയിൽ വിഷമിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. അവരെ മുഖത്ത് നോക്കി ഇതുകൂടെ പറയുമ്പോൾ അവരെങ്ങനെ താങ്ങും? അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസാക്ഷി എന്താണ്? എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയാം, എൻ്റെ കുട്ടി നോർമലാണ്, ഇതുപോലെ ഡിഫക്റ്റുള്ള കുട്ടിയല്ല എൻ്റെത് എന്ന് പറയുമ്പോൾ ആ പ്രസവിച്ച അമ്മയുടെ നേരെ ഇദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. അതാണോ നന്മ മരം? അങ്ങനെ പറയാൻ കൊള്ളുമോ? ഇങ്ങനെ ഒരു വാക്ക് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു വാക്ക് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല മുതുകാട് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല. എന്തുകൊണ്ട് ഇപ്പം വന്ന് ഇവരൊക്കെ പരാതി പറയുന്നു എന്ന് ചോദിച്ചാൽ അവർക്കും അവസരം വേണ്ടേ? ഒരാള് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചപ്പോൾ പിന്നെ വരിവരിയായിട്ട് ഓരോരുത്തരായിട്ട് വരികയാണ്. മനസ്സിലായില്ലേ? ഇനിയും വരണം ആളുകൾ. ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഒന്ന് ഓർത്തോ, ഞാൻ ആ വീഡിയോയിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്, കള്ളം ഒരുപാട് നാള് മൂടി വെക്കാൻ പറ്റത്തില്ല എന്ന്. സത്യം എന്നായാലും മറനീക്കി പുറത്തു വരുമെന്ന്. പക്ഷെ കുറച്ച് കാലങ്ങൾ എടുക്കും. അതുപോലെ തന്നെ പ്രീത എന്ന മാഡം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിന് ഓട്ടിസത്തെ കുറിച്ച് ഒന്നുമേ അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട്. അവിടെ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഒരു കുട്ടി അമ്മയെ ഉപദ്രവിച്ചു. അപ്പൊ അത് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ എങ്ങനെ അത് ഫേസ് ചെയ്യണോ ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തത് വീഡിയോ പകർത്തുകയാണ്. മനസ്സിലായില്ലേ? വീഡിയോ പകർത്തുന്ന മാത്രമല്ല, അത് പോസ്റ്റ് ചെയ്യാനുള്ള വ്യഗ്രതയാണ് അദ്ദേഹത്തിന്. ഇത് ആളുകളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുക, സിമ്പതി നേടുക, അതിനെ പൈസയാക്കി മാറ്റുക. കൊറോണ വന്നു, നമ്മളെല്ലാം കൊറോണ ഫേസ് ചെയ്തതാ, മാജിക് ഇല്ല. അപ്പൊ പണിയില്ലാതെ വന്നപ്പോൾ
അദ്ദേഹത്തിന് പെട്ടെന്നൊരു ചിന്ത വന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ചാരിറ്റിയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ആ കുട്ടിയുടെ അമ്മ എന്തുകൊണ്ടായിരിക്കും പിള്ളാരെ പിടുത്തക്കാരെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? മറുനാടൻ മലയാളിയില് അദ്ദേഹത്തെ മാനോളം പോഴ്ത്തിക്കൊണ്ട് വീഡിയോ വന്നപ്പോ എല്ലാരും പറഞ്ഞു, അത് വൈരാഗ്യത്തിന്റെ പുറത്ത് ഏതോ ഒരു കുട്ടിയുടെ അമ്മ വന്ന് പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ മാത്രമേ വീഡിയോ ചെയ്തോളൂ, ഞാൻ മാത്രം, ഇത് സത്യമല്ല. ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇദ്ദേഹം കാണിക്കുന്നത് സത്യമല്ല, ഇദ്ദേഹം കപട സ്നേഹമാണ് കാണിക്കുന്നത്. എന്നെ എല്ലാരും 4 വശത്തുനിന്നും അറ്റാക്ക് ചെയ്തു, എന്തിന്റെ ബേസിലാണ് സംസാരിക്കുന്നതെന്ന്. ക്യാമറയുടെ മുന്നിൽ വന്ന് എത്ര അഭിനയിച്ചാലും ആ ബോഡി ലാംഗ്വേജിൽ മനസ്സിലാവും ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ. അവരുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണ്. ആയുഷിനെ എൻകറേജും ചെയ്യും. അവിടെ ഹാപ്പിയാണോ മോൻ? ഹാപ്പിയാണ്. ആലോചിച്ച് നോക്ക്, ഇത്രയേറെ പരസ്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തെക്കാൾ സർക്കാർ സ്കൂളിൽ കിട്ടുന്ന ഫെസിലിറ്റി അല്ലേ? അത് ആൾക്കാരുടെ ആ എംപത്തിയും ആൾക്കാരുടെ ആ കെയറില്ലേ, അതാണ് ഇമ്പോർട്ടന്റ്. മുതുകാട് വന്ന് ഇരിക്കുമ്പോ തന്നെ നമുക്ക് അയാളുടെ മുഖം കണ്ടാ അറിയാം നമ്മളിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ വരുന്ന പോലെ. നമ്മൾ നോർമലി കണ്ടിട്ടുള്ള ഒരു മുതുകാടിന്റെ എക്സ്പ്രഷൻ ഫേസ് അല്ല. നിങ്ങളോട് ഒരു ഫീസും വാങ്ങുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഔദാര്യമാണെന്ന് മനസ്സിലാക്കിക്കണം. ഓക്കെ, ആ വേർഡ് കേട്ട ഉടനെ അങ്ങ് ഫ്രീസ് ആയ പോലെ ആയിരുന്നു ഞങ്ങളൊക്കെ. ഒരിക്കലും ഇത്രയും വലിയൊരു ഇൻസൾട്ട്, ഇത്രയും വലിയൊരു ഹ്യൂമിലിയേഷൻ ഇത്രയും കാലത്തിൽ എനിക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യുമല്ലോ. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പറയും ഓട്ടിസം പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് കൺട്രീസിലും US-ലും ഓസ്ട്രേലിയയിലും അവിടെ ഒക്കെ പോകുന്നത്. സോ എനിക്ക് ഫീൽ ആയത് അവർക്കൊരു ബേസിക് നോളജ് കൂടി ഇല്ല ഓട്ടിസമിന്റെ. ഓക്കെ, അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ഞങ്ങളെ പോലെ പേരന്റ് തന്നെ അവൈലബിൾ ആണ്. 15-20 years ആയിട്ട് ഓട്ടിസം ഡീൽ ചെയ്യുന്നത്. പിന്നെ ഇഷ്ടംപോലെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവരിന്ന് പഠിക്കാം. ഓക്കെ, അത് ഇന്റന്റ് ഉണ്ടാവണം, പഠിക്കുന്നതിന്റെ ആ ഒരു അതിന്റെ കുട്ടികളോടുള്ള റിയൽ കൺസേൺ ഉണ്ടാവണം. അപ്പൊ ആരെങ്കിലും പഠിക്കും. പിന്നെ അനദർ കാര്യം ഞാൻ കണ്ടത് എന്താ പറയുക, സ്റ്റാഫിന്റെ ഒരു സ്ട്രെങ്ത്തും സ്റ്റാഫിന്റെ എക്സ്പീരിയൻസ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളിലും എല്ലായിടത്തും ഒരു 1:8 ടീച്ചർ ടു സ്റ്റുഡന്റ് റേഷ്യോ ആണ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. DAC-യിൽ മുതുകാടിന്റെ ക്ലെയിം എന്താണ്? 300 കുട്ടികളുണ്ട്. ഓക്കെ, 300 കുട്ടികളുണ്ടെങ്കിൽ 1:8 റേഷ്യോ വെക്കുകയാണെങ്കിൽ 38 ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്റെ എസ്റ്റിമേറ്റില് ഒരു 5 മാക്സിമം 6 ഈ ആർട്സ് റിലേറ്റഡ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. ഒരാൾ പാട്ട് പഠിപ്പിക്കാൻ, ഒരാൾ ഡാൻസ് പഠിപ്പിക്കാൻ, പിന്നെ അങ്ങനെ ഒരു 6 പേരുണ്ടായിരിക്കും. അനദർ 5-6 പേര് മേ ബി അവരുടെ അതുകൊണ്ടെന്ന് എനിക്കറിയില്ല, മേ ബി വല്ല ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ടോ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് 1-2 അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ടോട്ടലി ഒരു 12 ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട് തോന്നുന്നു, ഓർ മാക്സിമം 15 ഉണ്ടാവും. ഓക്കെ, അത് ഒരുപാട് കുറവാണ്. അവിടെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ജനറലി ഇങ്ങനെ ടാൻട്രംസ് അല്ലെങ്കിൽ മെൽറ്റ് ഡൗൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാവാം. അപ്പൊ ടീച്ചേഴ്സ് ഐഡിയലി അവരെ മാനേജ് ആണ് ചെയ്യേണ്ടത്. അവരെ മാനേജ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് അറിയാം, ഒരുവിധം അറിയാം. 100% ഒന്നും അറിയില്ലായിരിക്കും, പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ കണ്ടതും പിന്നെ ചില വേറെ പേരൻസിന്റെ ഫീഡ്ബാക്ക് ഒക്കെ കേട്ടതും ടീച്ചേഴ്സിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കൊന്നും അറിയില്ല, അവർക്ക് എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാണ്. എന്റെ മോന്റെ കേസിലും ഇവർ ഇടയ്ക്ക് ഒരു എന്താ പറയുക ഫുട്ബോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരുന്നു. ഓക്കെ, അതില് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ട്വൈസ് രാവിലെ ടർഫിൽ കൊണ്ടുവരാനായിരുന്നു. എന്നിട്ട് ഒരു ഫുട്ബോൾ കോച്ച് പറഞ്ഞിരുന്നു. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഓടാനൊക്കെ പറയും, അതിൽ കുറച്ച് കുട്ടികൾ ഓടും, കുറച്ച് കുട്ടികൾ എവിടെയെങ്കിലും ഇരിക്കും, കുറച്ച് കുട്ടികൾ നടക്കും. ഓക്കെ, അപ്പൊ എന്റെ മോന്റെ കാര്യത്തിൽ എനിക്കറിയാം ഒരു നഡ്ജ് വേണം, ഒരു പുഷ്, ചെറുതായിട്ടൊരു വെർബലി ചിരിച്ചുകൊണ്ട് റൺ എന്നൊക്കെ പറഞ്ഞാലും മതി, പക്ഷെ ഒരു ചെറിയൊരു പുഷ് വേണം. അപ്പോ ഞാൻ ആക്ച്വലി നോക്കിയപ്പോ ആയുഷ് ഒന്നും ചെയ്യുന്നില്ല, ഒരുപാട് കുട്ടികളും. ബിക്കോസ് ടീച്ചേഴ്സ് കുറവല്ലേ, അവർക്ക് അങ്ങനെ ആരില്ല അധികം കുട്ടികളെ മാനേജ് ചെയ്യാൻ. ഇത്രയും കുട്ടികളുള്ളപ്പോൾ ഞങ്ങളുടെ ബാച്ചിന്റെ ആയിരുന്നു തോന്നുന്നു. എന്നാലും അന്ന് ഞങ്ങൾ ഒരു 70+ കുട്ടികളും തുടക്കത്തിലല്ലേ, അപ്പോൾ ഞങ്ങളുടെ ബാച്ചിലെയും അത്രയും കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ആളിനോട് റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് പറയോ ആയുഷിനോട്, ഒന്ന് ഓടൊക്കെ പറയോ, വീക്കെൻഡിൽ ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ആ ഒരു കുട്ടി മിസ്സിംഗ് ആയിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ കാര്യം മുഴുവൻ പറഞ്ഞു. ഞാൻ അയാളോട് അങ്ങോട്ട് പറഞ്ഞു, ഞാനൊന്ന് ചെറുതായിട്ട് ചൂടായിട്ടാണ് ആ കുട്ടിയോട് സംസാരിച്ചത്, ഇന്റൻഷനലി അല്ല, പക്ഷെ എന്റെ മെന്റൽ സ്റ്റേറ്റ് അങ്ങനെ ആയിരുന്നു. അപ്പൊ അയാൾ ഉടനെ എന്റെ തലയിൽ ചാട്ടി കയറുന്ന പോലെ ഹു ഗേവ് യു ദി അതോറിറ്റി ടു ബി റൂട്ട് ടു അവർ സ്റ്റാഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഷൗട്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ ഞാനും തിരിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു
നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിലാണ് ഞാൻ കുട്ടികളെ ഇവിടെ വിട്ടിട്ട് പോകുന്നത്. അതുപോലെ ബാക്കി എല്ലാ പേരൻസും ആ കുട്ടികളെ വിട്ടിട്ട് പോകും. അവിടെ ഒരു ടീച്ചറും ഇല്ല. അവർക്ക് എന്തെങ്കിലും ആയ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇത്തിരി ചൂടായിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ ഇത്തിരി ബാക്ക് ഫുട്ടിൽ പോയി ഹി വാസ് ഓക്കെ, ഞങ്ങൾ ആരെങ്കിലും ടീച്ചേഴ്സിനൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്നാണ് ഇവർ ഈ പേരൻസ് മീറ്റിംഗ് സെയിം ഡേ ഈവനിങ്ങിൽ ഒരു 4 മണി ആയപ്പോ ഒരു പേരൻസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് 2-3 weeks ആയി അവിടെ പോയിട്ട്. അപ്പൊ എല്ലാരും പേരൻസ് ഒക്കെ വന്നിരുന്നു. മുതുകാട് സാർ വന്നു, അതെല്ലാ സ്റ്റാഫും വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇരുന്നത് ഓർക്കുന്നു, അയ്യോ ഇവരെല്ലാവരും ഇവിടെയാണ്, നമ്മുടെ കുട്ടികളെ ആരാ നോക്കുന്നത്. ഓക്കെ, ബട്ട് എനിവേസ് സംസാരിക്കാൻ വന്നപ്പോ ആദ്യം ഒരു പേരന്റ് പറഞ്ഞു ഞങ്ങളൊക്കെ പുതിയതാണ്, ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, അപ്പൊ അത് ഒന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും അതിൽ നിന്ന് ഒരു ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ എന്താ പറയുക, ഈ ടീച്ചേഴ്സിനെ ആരോ പിന്നെ വെക്കാൻ തുടങ്ങി. ബിജുരാജ് മാനേജർ പിന്നെ ആരെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഓവർ സൈറ്റ് ഉള്ള പോലെ തോന്നി. അത് എപ്പോഴൊന്നും കാണില്ല, എന്നാലും ചിലപ്പോഴൊക്കെ കാണും. സോ ഞങ്ങൾ ആകെ ഒരു 2.5 months എന്റെ മോൻ അവിടെ പോയിട്ടുള്ളൂ. ഈ 2.5 months ഒരു പ്രാവശ്യം കൂടി ആയുഷിന് കീബോർഡിൽ ടച്ച് ചെയ്യാൻ കൂടി കിട്ടിയിട്ടില്ല. അതൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന കൂടി ഡൗട്ടാണ്. സോ ഇവർ ഈ ട്രെയിനിങ് എന്ന് പറയുന്നില്ലേ, എന്റെ അനുഭവത്തില് അങ്ങനെ വലിയ ട്രെയിനിങ് ഒന്നും അവിടെ നടക്കുന്നില്ല. ടാലന്റഡ് കുട്ടികളുണ്ട്. ഇവൻ നിങ്ങളുടെ ബാച്ചിലെ ഓഡിഷൻ ഒക്കെ കഴിഞ്ഞല്ലേ എടുക്കുന്നത്. അപ്പോ നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ട്, ഡാൻസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, ഗ്രേസ്ഫുള്ളി ഡാൻസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പ്രീവിയസ് ബാച്ചസിൽ ഉണ്ടായിരുന്നായിരിക്കും. ഓക്കെ, അവരെ ഒരു കണ്ടീഷനിങ് ചെയ്യാണ് ഇവരെ ചെയ്യുന്നത്. ഒരു സെറ്റ് ഓഫ് പാട്ട് പഠിപ്പിക്കും. വിസിറ്റേഴ്സ് വരുന്നവർക്കൊക്കെ അതേ പാട്ട്. ഇതിപ്പോ ഒരു പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും ചെന്ന് കഴിയുമ്പോൾ അവർക്ക് നല്ല പാട്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഇരിക്കുന്നവർക്ക് എനിക്ക് 2 ആഴ്ചയിൽ തന്നെ ഉറങ്ങുമ്പോഴും എനിക്ക് ഈ പാട്ടുകൾ തന്നെയായിരുന്നു മൈൻഡിൽ വരുന്നത്. ബിക്കോസ് ആ ഒരു സെറ്റ് ഓഫ് സോങ്സ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അതോ പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത്. അപ്പോ ട്രെയിനിങ് കുറച്ച് അവിടെ അങ്ങനെ നടക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ അതെന്താ ഈ മോൻ എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു ഇറ്റ്സ് വെരി ബോറിംഗ് ഹിയർ 2 weeks കഴിഞ്ഞപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു സോ ദേ ഗോയിങ് ടു ഡു അസസ്മെന്റ് ആൻഡ് ദെൻ ദേ ഗോയിങ് ടു ക്രിയേറ്റ് എ സ്കെഡ്യൂൾ, ദെൻ ഇറ്റ് വിൽ ബി നൈസ്. സോ ഞാൻ പറഞ്ഞു ആഫ്റ്റർ 1 month ക്യാൻ യു ബി പേഷ്യന്റ് എന്ന് ചോദിച്ചു. അപ്പൊ യെസ് ഐ വിൽ ബി എന്ന് ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞു. എക്സാക്ട്ലി 1 മാസം കൂടി ഹി വാസ് പേഷ്യന്റ്. ഓക്കെ, ഒന്നും ജയിക്കുന്നില്ല, എന്തെങ്കിലും ബോറാകുകയാണെങ്കിലും ഹി വാസ് പേഷ്യന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നും അവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടി എന്റെ ഡാഡിയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് ഇറങ്ങാമെന്നുള്ള ഇതായിരുന്നു. ബിക്കോസ് ബോറാകാനും. അതിനിടയ്ക്ക് ചില കുട്ടികളിൽ ഇത്തിരി വയലന്റ് ഒക്കെ ആയിട്ടുണ്ട്. കുട്ടികളുടെ തലയിൽ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആയുഷിനും കേട്ടിട്ടുണ്ടെന്നാണ് ഞാനൊരു പറഞ്ഞു കേട്ടു. ഓക്കെ, അതിന്റെ കൂടെ തന്നെ അതിന്റെ നെക്സ്റ്റ് ഡേ പനി തുടങ്ങി. ഒരു വൈറൽ ഫീവർ ഭയങ്കരമായിട്ട് ഒരു 10 days ഭയങ്കര വൈറൽ അതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ റിഫ്യൂസ് ടു ഗോ. പിന്നെ രാവിലെ ഞങ്ങള് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാക്കുമ്പോ കൊണ്ടുപോയി. ഞങ്ങൾ 2-3 ദിവസമൊക്കെ കൊണ്ടുപോയി. പിന്നെ ഭയങ്കര ആൻസൈറ്റി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അത് കഴിക്കില്ല. സ്ലീപ്പ് എഫക്റ്റ് ആകാൻ തുടങ്ങി, ഉറക്കം ഇല്ലാതാക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ആൻസൈറ്റി, ഒച്ച ഉണ്ടാക്കല്. ആയുഷ ഹൈപ്പർ ആക്റ്റീവ് അല്ല, ആളൊരു പ്ലസന്റ് ആളാണ് നോർമലി. പക്ഷെ ഈ ഒരുപാട് ഇങ്ങനെ ഈ മെന്റൽ വെൽബീയിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ കാണാൻ തുടങ്ങി. അപ്പൊ അവിടെ ഏതായാലും ഒന്നും പോസിറ്റീവ് കണ്ടില്ല ഇത്രയും നാളില്. എന്റെ കുഞ്ഞിന്റെ മെന്റലി ഹാപ്പി ആയിട്ടിരിക്കുകയും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുകയും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക്. അവിടെ മെന്റൽ വെൽബീയിങ്ങിന്റെ മേലെ വേറൊന്നുമില്ല. ഒരു പോട്ടെ വേണ്ട. പിന്നെ ഇടയ്ക്ക് അവരെന്താണ് അങ്ങനെ ഒരു ബ്രേക്ക് പോലെ നടക്കായിരുന്നു. ഇവർ ക്ലൂലെസ്, ഇനി എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ അവർക്ക് എല്ലാം വിട്ടിട്ട് വരികയും ചെയ്തു. ഇവിടെ ഫ്രണ്ടിൽ വീടൊക്കെ ഉണ്ട്. അത് ആയിരിക്കും അവർക്ക്. എനിക്ക് ഇടയ്ക്ക് ഒരു കോൾ വന്നുകൂടി ചേച്ചിക്കുന്നു. ആയുഷ് സംസാരിക്കില്ലല്ലോ. അപ്പൊ എന്തോ ഡിവൈസ് അവര് എന്തോ 2-3 കുട്ടികൾക്ക് ഏതോ കമ്പനി, മൊത്ത കമ്പനി എന്നോ സ്പോൺസർ ചെയ്യാണ്. അപ്പോ അതിന് വന്നൊന്ന് ഡീറ്റെയിൽസ് എന്തോ കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പോയി ഒരു ഫോം ഫില്ല് ചെയ്തു. അത് ആക്ച്വലി ഗോപിനാഥ് മുതൽക്കറിന്റെ മോനായിരുന്നു വിസ്മയ. ആ കുട്ടിയും വേറൊരു കുട്ടിയും അവർ ഇന്റേൺസ് ആണെന്ന് പറഞ്ഞു എന്നോട്. അവരാണ് എനിക്ക് ഫോം തന്നത്. ഞാൻ ഫോം ഒക്കെ ഫില്ല് ചെയ്തു. വിസ്മയുടെ ഐഡിയിലാണ് ഞാൻ ഫോട്ടോ, ആയുഷിന്റെ ഫോട്ടോ വേണമായിരുന്നു, അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമായിരുന്നു, അതൊക്കെ അയച്ചു കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് ഞാനൊന്നും ആ സൈഡിൽ നിന്ന് ഈ ടോപ്പിക്കിന്റെ ഞാൻ ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഇന്നാള് സുനിതയുടെ ഇതിലൊക്കെ കേൾക്കുമ്പോൾ ഇറഗുലാരിറ്റീസ് കേൾക്കുമ്പോഴാണ് തോന്നുന്നത് എന്റെ മോളുടെ പേരിൽ ഇനി വല്ല സ്പോൺസർഷിപ്പും വല്ലതൊക്കെ ഉണ്ടോ അറിയില്ല. ഞാൻ ആ കാര്യം പറഞ്ഞില്ലേ, സ്റ്റേജിൽ വെച്ച് മന്ത്രി വി മുരളീധരൻ വന്നിട്ട് കുട്ടികൾക്ക് ടാബ് കൊടുത്തു. എന്നിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ എല്ലാം തിരിച്ചു വാങ്ങിച്ചു വെച്ചു എന്ന് കൊടുക്കാതെ കുട്ടികളായിരുന്നു തിരിച്ച് തട്ടിപ്പറിച്ചു വന്നെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു കൊടുത്തില്ല. അപ്പൊ ഈ വരുന്ന ഗസ്റ്റിനെ കൂടെ പറ്റിക്കല്ലേ ശരിക്കും അല്ലേ? മന്ത്രിനെയൊക്കെ വിളിച്ച് കുട്ടികൾക്ക് കൊടുപ്പിക്കുക. പുള്ളി വിചാരിക്കുന്നത് എന്താ, ഈ കുട്ടികളെ ഹാപ്പി ആയിട്ട് അത് കിട്ടിയെന്ന്. മന്ത്രി പോയ ഉടനെ ഇപ്പൊ നമുക്കാണെങ്കിൽ മനസ്സിലാവും തിരിച്ചു കൊടുക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക തന്നൊരു സാധനം തിരിച്ചു കൊടുക്കേണ്ടതാണ്? ക്രൂവൽറ്റി ആണ് ആക്ച്വലി.
പിന്നീട് ഞാൻ ചെയ്തു. ഞാൻ മോന് പഠിക്കാൻ ഏതായാലും ഇഷ്ടമായിരുന്നല്ലോ. അവിടുത്തെ സ്കൂളിൽ നിന്ന് അവർ എക്സിറ്റ് ചെയ്ത കാരണമല്ലേ 10th ചെയ്യാൻ പറ്റില്ല. അപ്പോ ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂൾ കഴക്കൂട്ടം ഗവൺമെന്റ് സ്കൂളിൽ എൻക്വയറി ചെയ്തു. അപ്പൊ അവിടുത്തെ ഹെഡ് മിസ്ട്രസും അവരൊക്കെ നല്ല വെൽക്കമിങ് ആയിരുന്നു. അപ്പൊ ഞാൻ അഡ്മിഷൻ എടുത്തു, 10th അഡ്മിഷൻ. അവിടെ ഇപ്പോഴും ടീച്ചേഴ്സും അവിടുത്തെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ഹെഡ് മിസ്ട്രസും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണ്. നല്ല ആയുഷിന് എൻകറേജും ചെയ്യും. അവിടെ ഹാപ്പിയാണോ മോൻ? ഹാപ്പിയാണ്. ആലോചിച്ച് നോക്ക്, ഇത്രയേറെ പരസ്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തെക്കാൾ സർക്കാർ സ്കൂളിൽ കിട്ടുന്ന ഫെസിലിറ്റി അല്ലേ? അത് ആൾക്കാരുടെ ആ എംപത്തിയും ആൾക്കാരുടെ ആ കെയറില്ലേ, അതാണ് ഇമ്പോർട്ടന്റ്. ലൈക്ക് ജെനുവിൻ കെയർ ആണ് വേണ്ടത്. റൈറ്റ്? ഈ കാണിക്കുന്ന കാണിക്കുന്ന അല്ല വേണ്ടത്. അല്ല, അതിലൊരു സ്റ്റോറി ഉണ്ട്. അതിലുണ്ട്, ഞങ്ങള് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു, ആയുഷ് പോകാൻ തുടങ്ങിയെങ്കിലും വീട്ടില് അവിടെയും DSP കുറച്ച് കുട്ടികൾ എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങൾ മാത്രം വരുന്ന കുട്ടികളും ഉണ്ട് കഴക്കൂട്ടം സ്കൂളിൽ. അപ്പൊ ഞങ്ങൾ ഓർത്തിട്ട് ഇനിയിപ്പോ അവിടെ ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. അവര് അപ്പൊ ഡാഡിക്ക് പോയി മാനേജർ ബിജുരാജ് സാറിനെ കണ്ടു. ഒരു നിഷ എന്ന് പറഞ്ഞ ലേഡി ആയിരുന്നു സയൻഷ്യയുടെ ഇൻചാർജ്. അവര് രണ്ടുപേരെയും കണ്ടു. ഞാൻ എന്റെ ആസ്ക് ആയിരുന്നു ഒരു സ്കെഡ്യൂൾ, ആയുഷിന് ഒരു ഹാഫ് ആൻ അവർ ഈ ആക്ടിവിറ്റി, അത് കഴിഞ്ഞ് ഈ ആക്ടിവിറ്റി, അങ്ങനെ ഒരു സ്കെഡ്യൂൾ വേണം. അത് ഒരുപാട് ഇമ്പോർട്ടന്റ്. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കൂടെ നിൽക്കാൻ പറ്റും. എനിക്ക് പറ്റില്ല, ഡാഡിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഡാഡിക്ക് 74 years ആയി. ഇപ്പൊ ഡിഫിക്കൽട്ട് ആണ്. ആയുഷ് സ്ട്രോങ് ആണ്. ആയുഷിന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല. സോ എന്തായി, അപ്പൊ അവർ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന് ആരെങ്കിലും നമ്മൾ ഒരു ടീച്ചർ, ഷാഡോ ടീച്ചർ പോലെ ഇങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടുപിടിച്ചെങ്കിലും അത് ആ പയ്യനോട് ഒരിത്തിരി യൂസ്ഡ് ആവണ്ടേ, സെറ്റിൽ ആവണമല്ലോ. ഒരു ഫെമിലിയർ ആയി കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവരാണ്. ആ സമയത്ത് എനിക്ക് കോൾ വന്നു. മിസ്റ്റർ സുനിൽ, ഇപ്പോഴത്തെ മാനേജർ ആണ്. സോ ബിജുരാജ് പോകുമായിരുന്നു. ഇയാൾ പുതിയാൾ ജോയിൻ ചെയ്തു. അയാള് കോൾ ചെയ്തു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഇത് ജൂലൈയിലായിരുന്നു, ഈ കഴിഞ്ഞ ജൂലൈയിൽ.